ഹലോ കൃഷ്ണേന്താണ്. ഇപ്പോൾ രാവിലെ ഫ്രഷായി മൈമിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ മൈമ് മാത്രമല്ല, ഇന്ന് സ്കിറ്റും ഡ്രാമയൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രഷായി കുളിച്ചോടൻ തന്നെ മോയ്സ്ചറൈസർ ഇട്ടു, സൺസ്ക്രീൻ ഇട്ടു, പിന്നെ ആസ് യൂഷ്വൽ ലിപ് ബാം ഇട്ടു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇത് ഇന്നലെ ഇട്ടൊരു ടീഷർട്ടാണ്, പിന്നെ ഇന്നും കൂടി ഇട്ടിട്ട് കഴിവാമെന്ന് വിചാരിച്ച്. ഓൾറെഡി ലേറ്റാണ്, അതായത് എനിക്ക് 10 മണിക്ക് അവിടെ എത്തണം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 9:10 എനിക്ക് ഏകദേശം 1.5 മണിക്കൂറുള്ള യാത്രയുണ്ട്. അപ്പോൾ ലേറ്റായി. പിന്നെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, പിന്നെ ഒരു തണ്ണിമത്തം കഴിച്ചു. ഇതിപ്പോൾ കഴിച്ചില്ലെങ്കിൽ പിന്നെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കിട്ടൂല. അങ്ങനെ വീടൊക്കെ പൂട്ടി വേഗം ഇറങ്ങി ബസ്സിലാണ് പോണത്. ഈ ബസ് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഓടി ക്രോസ് ചെയ്ത് ബസ്സൊക്കെ വന്ന് തിരക്കായിരുന്നു. കുറച്ച് നേരം നിന്നു, പിന്നെ സീറ്റൊക്കെ കിട്ടി, ഇരുന്ന് നെടുമങ്ങാട് എത്തിയപ്പോഴാണ് സീറ്റ് കിട്ടിയത്. പിന്നെ ഒരു 1.5 മണിക്കൂർ ബസ്സിലിരുന്ന് നേരെ പാളയത്തിറങ്ങി. പാളയത്ത് നിന്ന് ഇനി PMGയിലോട്ട് നടക്കുകയാണ്. അങ്ങനെ നടന്ന് വന്നപ്പോൾ ഇവിടെ നിയമസഭയിൽ എന്തോ ഒരു പ്രോഗ്രാമാണ്, കുറേ ചാനൽ മീഡിയയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് ബ്ലോക്കൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ നടന്ന്, ഇതെൻ്റെ ഫേവറേറ്റ് അമ്പലമാണ്, ഒരു ഹനുമാൻ ക്ഷേത്രം. അപ്പോൾ ഞാൻ അവിടെ കയറി ഇങ്ങനെ ഇടയ്ക്ക് തൊഴുകയൊക്കെ ചെയ്യും. കയറി തൊഴുതില്ല, പുറത്തുനിന്ന് തൊഴുതിട്ടൊക്കെ വന്നു. പിന്നെ അവിടെ നിന്ന് നേരെ നടന്ന് PMGയിലെത്തണം. ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് വെപ്രാളപ്പെട്ടാണ് ഓടി വന്ന്. പക്ഷേ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഇപ്പോൾ ആരെയും കാണില്ല. എല്ലാവരും വെയിറ്റ് ചെയ്ത് ചായ കുടിക്കാൻ പോയി. പിന്നെ ഞാൻ നേരെ മെസ് ഹോളിലോട്ട് പോയി. എൻ്റെ നീക്കപ്പ് അവിടെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നിട്ട് ചായ കുടിക്കാൻ പോയി. പിള്ളേരെയും കാത്തൊക്കെ ഇവിടെ വെളിയിലിരുന്ന് അവരെന്നെ കാത്ത് കുറച്ച് നേരം ഇരുന്നിട്ട് അവർ പിന്നെ ചായ കുടിക്കാൻ പോയി. പിന്നെ നേരെ അവരൊക്കെ വന്നതിന് ശേഷം നമ്മുടെ പ്രാക്ടീസിന് വേണ്ടി ലെവൽസൊക്കെ എടുക്കണമായിരുന്നു. സൗത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അനക്കിയിട്ടില്ല. പിന്നെ എല്ലാം ഹോളിൽ കൊണ്ടുവന്ന് പ്രാക്ടീസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ ഇടയ്ക്ക് ബിസ്ക്കറ്റൊക്കെ കഴിച്ചു, പ്രാക്ടീസിനിടെ റെസ്റ്റൊക്കെ എടുത്തു. ഇതാണ് ശ്രേയസ്. നമ്മളെ ഈ സാധനങ്ങളൊക്കെ ചുമന്നതിനെ പറ്റിയാണ് പറയണത്. അങ്ങനെയൊക്കെ കഴിഞ്ഞ് സാറ് പറഞ്ഞ് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ലഞ്ച് കഴിച്ചിട്ട് ബാക്കി പ്രാക്ടീസ് ആവാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ലഞ്ച് കഴിക്കാനായിട്ടൊക്കെ ഇറങ്ങി. ലഞ്ച് കഴിക്കാൻ അവരെ ബാക്കിൽ നിൽക്കുന്നേ ഉള്ളൂ. ഞാൻ കുറച്ച് മുന്നേ ഇറങ്ങി നേരെ ചെന്നു. അപ്പോൾ ആൻറ്റിമാരെ കണ്ടു. ഇന്ന് നമുക്ക് ക്യാൻറ്റീനിൽ നിന്ന് മീൻകറി ഉണ്ടായിരുന്നു, മോരുണ്ടായിരുന്നു, കൂട്ടുകറി ഉണ്ടായിരുന്നു, തോരനുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. സത്യം പറയാമല്ലോ, യൂണിവേഴ്സിറ്റി ക്യാൻറ്റീനിലെ ഫുഡ് ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. അവരുടെ മീൻകറി ആയാലും മോരായാലും അവരുടെ കൂട്ടുകറി, എൻ്റെ പൊന്നോ, സൂപ്പർ ഫുഡായിരുന്നു. ഫുഡ് സൂപ്പർ എന്നാണ് ഇവരൊക്കെ പറയണത്. ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ തേദിയുടെ സ്ഥലം മലപ്പുറമാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് നമ്മുടെ ഇവിടുത്തെ മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പ്രാക്ടീസിൻ്റെ ഇതിലായിരുന്നു. പ്രാക്ടീസ് ചെയ്യുന്നു, ഡ്രൈ ക്ലീൻ ചെയ്യാനായിട്ട് തുണി കൊടുക്കണമായിരുന്നു. പിന്നെ കുറച്ച് ഡാമേജ് ആയ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതൊക്കെ നമ്മൾ തിരിച്ച് അതിൻ്റെയൊക്കെ ലിസ്റ്റൊക്കെ എഴുതി എല്ലാം കഴിഞ്ഞു. വൈകുന്നേരം ഞാൻ ഇറങ്ങി. ലേറ്റായി സത്യം പറഞ്ഞ് ഇറങ്ങിയപ്പോൾ. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബസ്സൊക്കെ കയറിയപ്പോൾ നല്ല താമസിച്ചു. പിന്നെ ഞാൻ തമ്പാനൂർ പോയിട്ട് അവിടെ നിന്നാണ് ബസ് കയറി തിരിച്ച് വീട്ടിൽ വന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.